ഡോക്ടർ ശശിധരൻ, എന്തായാലും കുറ്റവാളികൾ ഇതുവരെയായും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പലരെയും ചോദ്യം ചെയ്തു വരികയാണ്. IMA അടുത്ത ഘട്ടം എന്ത് പ്രക്ഷോഭ പരിപാടികളിലേക്കാണ് കടക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്ന സമയം ഏകദേശം തീരാറായെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയ സമയം വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം ആദ്യം സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട ഇതൊന്നുമല്ല. അതായത് ഞാനിപ്പോൾ ഇവിടെ കേട്ടത് രണ്ടുപേരും പരസ്പരം പഴിചാരുന്നൊരു ഒരു ചർച്ചയാണ് വന്നത്. രാഷ്ട്രീയമായും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളാണ് ഞാൻ കൂടുതലും കേട്ടത്. എന്തായാലും ഡോക്ടർ പ്രമീള ദേവി പറഞ്ഞ പോലെ ഡോക്ടർമാരൊരിക്കലും ആക്രമിക്കപ്പെടില്ല എന്ന് നമ്മൾ കരുതാം. പക്ഷേ ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്കിപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു അപ്പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയ ചായ്വില്ലാത്തൊരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മൊത്തത്തിൽ നിലനിൽക്കുന്നൊരു സംഘടനയാണ്. ഞങ്ങൾക്കൊരു ഭരണമോ മറ്റ് സംവിധാനങ്ങളോ ഒരു സംസ്ഥാനത്ത് അങ്ങനെയുള്ള നിലയിലല്ല നമ്മളുള്ളത്. ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളും സംയുക്തമായി ഒരു തീരുമാനമെടുത്ത് യോജിച്ച് നമ്മളെ സഹായിക്കണം. കാരണം ഇത് നമ്മുടെ ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമല്ല, സമൂഹം ഒന്നിച്ച് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ്. എത്രത്തോളം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അത്രത്തോളം നമ്മൾ ഡിഫെൻസീവ് മെഡിസിനിലേക്ക് പോകും. ഞങ്ങൾ രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല. ഈ ഒരു വിഷയമല്ല, മറ്റു വിഷയത്തും എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള സംഭവമുണ്ട്. എത്രത്തോളം അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നത്, അത്രത്തോളം നമ്മുടെ കാര്യക്ഷമത കുറയും, നമ്മുടെ ഉത്സാഹം കുറയും. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകും. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം, CBIയുടെ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. CBI എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം പറയണം. 9-ാം തീയതി ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് 13-ാം തീയതി കോടതി താല്പര്യം എടുത്തിട്ടാണ് CBI ഇവിടെ കൊണ്ടുവരാൻ കാരണം വെച്ചാൽ അന്ന് കോടതി നിരീക്ഷിച്ച ഇതിൻ്റെ പോക്ക് ശരിയല്ല, അന്വേഷണത്തിൻ്റെ പോക്ക് ശരിയല്ല എന്നുള്ളതാണ്. അതിനുശേഷം 15-ാം തീയതി ഉണ്ടായ നമ്മൾ കണ്ടു, 15-ാം തീയതി പുലർച്ചെ ഉണ്ടായ ആക്രമണം. ഇതൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ ഗുണ്ടാ സംവിധാനത്തിൻ്റെ ഇടപെടലുകളില്ലാതെ എങ്ങനെ ദേശീയ തലത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം, ഡോക്ടർമാരുടെ സുരക്ഷ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും എന്നുള്ളതിനാണ് ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം വേണ്ടത്. എങ്കിൽ ഞങ്ങൾ മാത്രം വിചാരിച്ച് നടക്കുന്നൊരു കാര്യമല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പാർട്ടികളും എല്ലാ നേതൃത്വം എല്ലാ സർക്കാരുകളും യോജിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഞങ്ങൾ മുൻകൈ എടുക്കാം. പക്ഷേ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പോവില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള, എനിക്ക് സമയം തരികയാണെന്ന് ഞാൻ പറയാം. കാരണം ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് അക്രമം ഉണ്ടായാലും പ്രതികരിക്കുന്നവരാണ് ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കേരളീയ സമൂഹം. നമുക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, മറ്റ് പല രംഗത്തുള്ള ആൾക്കാർ. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ആരും തന്നെ പൊതുവേ ഡോക്ടർമാർക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആരും തന്നെ അങ്ങനെ എടുത്ത് പ്രതികരിക്കാറില്ല. ഈ ഒരു മരണം നടന്നിട്ട് ഇതേവരെ അങ്ങനെ ഒരു പ്രതികരണം ഒരു കോണിൽ നമ്മൾ കണ്ടില്ല. അത് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്. ഇതൊരു ക്രോസ് സെക്ഷനാണ്. അതിൻ്റെയാണെന്ന് വെച്ചാൽ നമ്മുടെ എന്ത് നടന്നാലും ഞങ്ങളോട് സഹതാപം പ്രകടിപ്പിക്കാൻ, തുടർച്ചയായ സഹതാപം വരുത്താൻ ആരും തയ്യാറില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം വരുമ്പം അത് കാര്യമായ രീതിയിൽ സംയുക്തമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാതെ നിങ്ങൾ വിഘടിച്ചിരുന്ന പ്രശ്നം ചർച്ച ചെയ്താൽ അത് ഈ രൂപത്തിൽ നിൽക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു കണ്ടെത്തൽ. കാരണം കൊൽക്കത്തയെപ്പറ്റി നമുക്കറിയാം. കൊൽക്കത്ത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതൊരു പ്രത്യേക ഗവൺമെൻറ്റിനെയോ അതൊന്നും കുറ്റപ്പെടുത്താൻ നമ്മളാളല്ല. പക്ഷെ ഒരു കാലത്ത് പക്ഷെ അതുതന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ട ഇത്രയാണ്, ഒരു സംയുക്തമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജനത്തിൻ്റെ ഒരു ആവശ്യമായി കാണണം. കാരണം പൊതുജനത്തിൻ്റെ ആവശ്യമായി, സമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് ഇതിനെ കണ്ട് ഞങ്ങൾക്ക് ഈ നിയമം വരുത്തി തീർക്കണം. ഈ ദേശീയ തലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ മറ്റ് ഘടകങ്ങൾ ഒരുപാട് അതിനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചായ്വുകളൊന്നും ഒരു ശക്തമായ നിയമം ദേശീയ തലത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും സമൂഹത്തിന്, നമ്മുടെ ഡോക്ടർ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇനി ആലോചിക്കുന്നത്. ഇനി ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ദേശീയ തലത്തിൽ നേടിയെടുക്കാവുന്ന മറ്റു പല കാര്യങ്ങളുടെ കൂടെ ഈ ഒരു ആവശ്യം മുൻനിർത്തിയാണ് നമ്മൾ മുമ്പോട്ട് പോവുക. അതിന് എല്ലാ തരത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. എല്ലാവരും കാണിക്കുന്ന സഹതാപം എന്നും ഉണ്ടായിരിക്കണം. കാണിക്കുന്ന നമ്മളുടെ അനുതാപം അതെന്നും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കാണിക്കുന്ന ഈ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കണം.
അത് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കാര്യം വളരെ കുറച്ച് എളുപ്പമായി വരും. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ഗുണം ലഭിക്കുന്നത് സാധാരണക്കാരെ രോഗികൾക്കും പൊതുസമൂഹത്തിനായിരിക്കും. അവരുടെ ചികിത്സ വളരെ സുതാര്യമായ രീതിയിലും ഭയങ്കര സുരക്ഷിതമായ രീതിയിൽ നടക്കും. അല്ലെങ്കിൽ നമ്മൾ ചികിത്സയിൽ നിന്ന് കുറച്ച് പിന്നോട്ടടിക്കേണ്ടി വരും. കാരണം ഡിഫെൻസീവ് മെഡിസിനിലേക്കാണ് ഇപ്പോൾ പലപ്പോഴും പോകുന്നത്. അല്ലെങ്കിൽ ഡോക്ടർമാർ സുരക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിലല്ല ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അത് രോഗികളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഇന്നലത്തെ തന്നെ നമുക്ക് കാണാം, ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ആ മെഡിക്കൽ കോളേജിൽ ഒരു ഗുണ്ട ആക്രമണം ഉണ്ടായപ്പോൾ അവിടുത്തെ എത്ര രോഗികൾ കഷ്ടപ്പെട്ടു. അതെ, കാരണം ആശുപത്രി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ആശുപത്രി ആക്രമണം. അപ്പോൾ അതിൽ അനുഭവിക്കുന്ന ഡോക്ടർമാർ മറ്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല, അവിടെ കിടക്കുന്ന രോഗികളുടെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിയമം വരണം, നിയമം നടപ്പിലാക്കാനുള്ള സംവിധാനം വേണം. മറ്റ് ഇടപെടലുകളും അല്ലെങ്കിൽ മറ്റ് കൈകടത്തലുകളിൽ വരാതെ സുതാര്യമായി നടക്കുന്ന നിയമം വേണം.